ആമീസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നൗ വി ആർ ഇൻ ഫാന്റസി വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എം എ അവാർഡ്സിന് എങ്ങനെ വോട്ട് ചെയ്യാമെന്നതിനെ പറ്റിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേർക്കൊന്നും ഇത് മനസ്സിലായില്ല. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ എക്സ്പ്ലനേഷൻ വീഡിയോ. അതിന് ഒരുപാട് മുമ്പായിട്ട് നമുക്ക് എന്താണ് ഈ എം എ അവാർഡ്സ് എന്ന് നോക്കാം. CJENM എന്റർടൈൻമെന്റ് ഡിവിഷൻ അഥവാ എംനെറ്റ് സ്പോൺസർ ചെയ്യുന്ന മ്യൂസിക്കൽ അവാർഡ്സ് ആണ് എം എ അവാർഡ്സ്. എംനെറ്റ് ഏഷ്യൻ മ്യൂസിക് അവാർഡ്സ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. K-pop ഏഷ്യൻ മ്യൂസിക് ഇൻഡസ്ട്രിയിലൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിന് ആനുവലി കൊടുക്കപ്പെടുന്ന ഒരു അവാർഡാണിത്. എം എ അവാർഡ്സിനെ പറ്റിയിട്ട് നിങ്ങൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ഇനി എങ്ങനെ നമുക്ക് വോട്ട് ചെയ്യാമെന്നതിനെ പറ്റിയിട്ട് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എംനെറ്റ് പ്ലസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം അതിൽ ആപ്പിൽ പറയുന്ന പോലെ നിങ്ങൾ ആപ്പിനുള്ളിൽ കയറുക. ഈ എംനെറ്റ് പ്ലസ് എന്ന് പറയുന്ന ആപ്പിനുള്ളിൽ കയറുമ്പോൾ 2025 എം എ അവാർഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വോട്ട് നൗ എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് തെളിഞ്ഞു വരും. ആ വോട്ട് നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ലോഗിൻ ചെയ്യേണ്ട ആവശ്യകത വരുന്നത്. സോ വോട്ട് നൗ കൊടുക്കുമ്പോൾ ലോഗിന്റെ ഓപ്ഷൻസ് വരും. ആ സമയം ഇമെയിൽ ID പകരം നിങ്ങൾ ഗൂഗിൾ വഴി ലോഗിൻ ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞത് ഇമെയിൽ ID വഴി ലോഗിൻ ചെയ്യാനാണ്. ഇമെയിൽ ID വഴി ലോഗിൻ ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് ഗൂഗിൾ വഴി ലോഗിൻ ചെയ്യുന്നത്. പെട്ടെന്ന് നടക്കും. സോ നിങ്ങൾ ഗൂഗിൾ വഴി ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് 3 പേർക്ക് വോട്ട് കൊടുക്കാം. അതായത് ഒരു മെയിൽ ആർട്ടിസ്റ്റ്, ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ്, പിന്നെ ആർട്ടിസ്റ്റ് ഓഫ് ദ ഇയറിന് അത് നിങ്ങൾക്ക് ഫീമെയിൽ ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യാം, മെയിൽ ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യാം. നമ്മുടെ എം എ അവാർഡ്സിന്റെ സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ ഐഡൽസ് 3rd and 4th പൊസിഷനിലാണ് നിൽക്കുന്നത്. സ്റ്റിൽ ഇപ്പോൾ വരെയും അതാണ് നമുക്ക് മാറ്റേണ്ടത്. 2025 എം എ അവാർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ 2 പേർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സെക്കൻഡ് സെക്ഷൻ വന്നപ്പോൾ ഞാൻ ഹോബിച്ചിന് വോട്ട് കൊടുക്കാതെ ജിനേട്ടന് മാത്രം വോട്ട് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ജിനേട്ടനാണ് 3rd പൊസിഷനിലാണ് നിൽക്കുന്നത്. സോ പുഷ് ചെയ്താൽ നമുക്കൊരു ഫസ്റ്റ് പൊസിഷനിലോട്ടൊക്കെ ആക്കാൻ ചാൻസ് കൂടുതൽ ജിനേട്ടനാണ്. സോ അതുകൊണ്ടാണ് ഞാൻ വോട്ട് കൂടുതലും ജിനേട്ടന് കൊടുക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ഹോബിച്ചിനെ ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ ഫസ്റ്റ് സെക്ഷനിലൊക്കെ ഞാൻ ഹോബിച്ചിനും ജിനേട്ടനുമാണ് മാറിയാണ് വോട്ട് ചെയ്തിരുന്നത്. ആൻഡ് കമ്പൽസറി ആയിട്ട് നിങ്ങൾക്കൊരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ ലീസ്റ്റ് വോട്ടിൽ കിടക്കുന്ന ഏതെങ്കിലും ഫീമെയിൽ ആർട്ടിസ്റ്റിനെ മാത്രം സെലക്ട് ചെയ്യുക. ഒരാൾക്ക് പെർ ഡേ ഒരു വോട്ട് വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം നമ്മളൊരു മെയിൽ ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യണം. രണ്ടാമതൊരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യുക. മൂന്നാമത് വീണ്ടും ആർട്ടിസ്റ്റ് ഓഫ് ദ ഇയർ. ഞാൻ അവിടെയും ജിനേട്ടനെയാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇവരെ 3 പേരെയും സെലക്ട് ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആഡ് വരും. ആ ആഡ് മുഴുവൻ കണ്ട് തീർത്താൽ മാത്രമേ നിങ്ങളുടെ വോട്ട് സബ്മിറ്റ് ആവത്തുള്ളൂ. സോ ആ ആഡ് മുഴുവൻ കണ്ടു തീർത്ത ശേഷം നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. നിങ്ങളുടെ വോട്ട് സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഈ ഇന്റർഫേസിനകത്ത് വ്യൂ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വോട്ടിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റിന്റെ രൂപത്തിൽ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇമേജ് ഡൗൺലോഡ് ചെയ്യേ, സ്ക്രീൻഷോട്ട് എടുക്കേ, എന്ത് വേണോ ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ വോട്ടിംഗ് സെക്ഷൻ. ഇത് വലിയൊരു വീഡിയോ ആയിട്ട് നീട്ടിക്കൊണ്ടുവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. സിമ്പിളാണ്. ലോഗിൻ ചെയ്യുന്ന പ്രൊസീജിയർ മാത്രം നോക്കിയാൽ മതി. ബാക്കിയെല്ലാം സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഇതിൽ നിന്നും നന്നായിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് എനിക്ക് സത്യമായിട്ട് അറിഞ്ഞൂടാ ഗൈസ്. നിങ്ങൾ ശ്രമിച്ചു നോക്കുക, ട്രൈ ചെയ്ത് നോക്കി, എന്തായാലും പറ്റും. എംനെറ്റ് പ്ലസ് എന്നാണ് ആപ്പിന്റെ പേര്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ആർട്ടിസ്റ്റിന് നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ സഹായം മാത്രമാണ് ഈ വോട്ടിംഗ്, സ്ട്രീമിംഗ് ഒക്കെ. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് എടുക്കുക. ഇപ്പോഴും സ്റ്റിൽ 3rd and 4th പൊസിഷനിലാണ് നിൽക്കുന്നത്. അത് ഭയങ്കര ഹേർട്ടിംഗ് ആണ്. സോ നിങ്ങളും കൂടെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. ലെറ്റ്സ് ട്രൈ ടുഗദർ. ഓക്കെ, സോ ബൈ.